ഹായ് സ്റ്റുഡൻസ്, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തിരുന്നു. അതിനെ തുടർന്ന് നമ്മൾ ഫാക്ടോറിയൽ നൊട്ടേഷൻ എന്താണെന്നും അതിൻ്റെ ചില പ്രോബ്ലംസും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നമ്മൾ ഇനി പറയാൻ പോകുന്ന പെർമ്യൂട്ടേഷന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ബോർഡിൽ നിന്ന് ശ്രദ്ധിക്കുക, എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? പെർമ്യൂട്ടേഷൻ വെൻ ഓൾ ദ ഓബ്ജക്ട്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. അതായത് നമുക്കൊരു n നമ്പർ ഓഫ് ഓബ്ജക്ട്സുകളുണ്ട്, എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അതിൽ നിന്നും ഒരു r നമ്പർ ഓഫ് ഓബ്ജക്റ്റുകൾ എടുത്തിട്ട് അറേഞ്ച് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എത്ര അറേഞ്ച്മെൻ്റ് ഉണ്ട് എന്ന് കാണാനായിട്ടുള്ളൊരു നൊട്ടേഷൻ ഉണ്ട്. അതാണ് ഞാൻ ആദ്യം പറയുന്നത്. അതായത് നമ്പർ ഓഫ് ഓബ്ജക്ട്സ് n, അതുപോലെ തന്നെ ഒരേ സമയം നമ്മൾ r ഓബ്ജക്റ്റുകളാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ n ഓബ്ജക്റ്റിൽ നിന്നും r നമ്പർ ഓഫ് ഓബ്ജക്റ്റുകൾ എടുത്തിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ഹൗ മെനി അറേഞ്ച്മെന്റ്സ് അത് കാണിക്കാനായിട്ടൊരു നൊട്ടേഷൻ കൊടുക്കുന്നുണ്ട്. ഇതാണ് n പിന്നെ ക്യാപിറ്റൽ PR. ഇത് വായിക്കേണ്ടത് NPR എന്നാണ്. അതായത് ആകെ ഓബ്ജക്റ്റുകളുടെ എണ്ണം n, ഒരേ സമയം നമ്മൾ എടുക്കുന്നത് r നമ്പർ ഓഫ് ഓബ്ജക്റ്റുകൾ എടുത്തിട്ട് അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ അറേഞ്ച്മെന്റിന്റെ പെർമ്യൂട്ടേഷന്റെ സിമ്പിളാണ് P. അപ്പോൾ NPR. ചില ബുക്കുകളിൽ ഇങ്ങനെയും നൊട്ടേഷൻ കൊടുക്കാറുണ്ട്, P ബ്രാക്കറ്റിലെ n, R. ഇത് രണ്ടും ഒരേ മീനിങ് തന്നെയാണ്. പക്ഷെ നമ്മളുടെ NCERT ബുക്കിൽ ഇതാണ് നമ്മൾ കൂടുതലും ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പരീക്ഷയ്ക്ക് തന്നെ ഇതാണ് വരിക. പക്ഷെ ഇങ്ങനെ കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കണം, അത് പെർമ്യൂട്ടേഷൻ്റെ സിമ്പിൾ തന്നെയാണ്. നമ്പർ ഓഫ് ഓബ്ജക്ട്സ് n, അതുപോലെ തന്നെ ഒരേ സമയം എടുക്കുന്ന ഓബ്ജക്റ്റുകളുടെ എണ്ണം 6 ഉണ്ടോ. അപ്പം അങ്ങനെ നമുക്ക് NPR എന്ന നൊട്ടേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി NPR എന്ന് പറയുന്ന ആ കാര്യം കാണാനായിട്ടുള്ള ഒരു ഫോർമുലയുണ്ട്. ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ. നമ്മൾ ഫാക്ടോറിയൽ നൊട്ടേഷനൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞതാണ് അല്ലേ. അപ്പോൾ NPR കാണാനായിട്ടുള്ളൊരു ഫോർമുല n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ. ഈ r എന്ന് പറയുന്ന ഈ വാല്യൂ ഒരിക്കലും n-ൽ കൂടാൻ പാടില്ല. ഈക്വൽ ആയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ n-ലും കൂടാൻ പാടില്ല. അതായത് r-ന്റെ വാല്യൂ ഇങ്ങനെയായിരിക്കും, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. r-ന്റെ വാല്യൂ 0-നും n-നും ഇടയ്ക്കായിരിക്കണം. ബോത്ത് ആർ ഇൻക്ലൂസീവ് ഉണ്ടോ. അപ്പം അങ്ങനെ നമുക്ക് വാല്യൂസ് പറയാം. അപ്പോൾ ഇതിങ്ങനെ കണ്ടാൽ ഇതിൻ്റെ അർത്ഥം ഇതാണ്, ആകെ നമ്പർ ഓഫ് ഓബ്ജക്ട്സ് n ഡിസ്റ്റിങ്ക്റ്റ് ഓബ്ജക്ട്സ് ഉണ്ട്. ഒരേ സമയം r നമ്പർ ഓഫ് ഓബ്ജക്റ്റ് എടുത്തിട്ട് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഹൗ മെനി അറേഞ്ച്മെന്റ്സ് ആർ ദർ അതിന് കാണിക്കാനുള്ളൊരു സിമ്പിളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചില സ്പെഷ്യൽ കേസസ് ചിന്തിക്കുകയാണ്. നമ്മൾ നേരത്തെ ഇപ്പോൾ NPR-ന്റെ ഫോർമുല എഴുതി അല്ലേ. എന്താണത്? n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ. അത് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം വാല്യൂസ് എങ്ങനെ കാണാം എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, r-ന്റെ വാല്യൂസ് ഞാൻ മാറ്റിയേക്കാണ് അല്ലേ. അതിനനുസരിച്ച് നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ NP0-ന്റെ വാല്യൂ 1 ആണ്. അതെങ്ങനെ കിട്ടി എന്നുള്ളത് നോക്കാം. നമ്മൾ NP0-ന്റെ കറക്റ്റ് ഫോർമുല ഒന്ന് ഉപയോഗിച്ച് നോക്കാം. n ഫാക്ടോറിയൽ ബൈ n മൈനസ് 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ, അത് 1 ആണ്. അങ്ങനെയാണ് ഈ ഫോർമുല വാല്യൂ നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി NP1 നോക്കാം. എങ്ങനെയാണ് NP1 എന്ന് നോക്കിയേ. NP1 ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ. ഇനി അതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി എഴുതാം, n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ. ഇത് രണ്ടും കട്ട് ചെയ്താലേ ഈക്വൽ ടു n. അതാണ് രണ്ടാമത്തെ ഫോർമുല വരുന്നത്. ഇനി മൂന്നാമത്തെ നോക്കിയോളൂ, NPN, അതായത് n ഫാക്ടോറിയൽ ബൈ n മൈനസ് n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ. അപ്പോൾ n ഫാക്ടോറിയൽ തന്നെയാണ്, കാരണം 0 ഫാക്ടോറിയൽ 1. അപ്പോൾ ഈ സ്പെഷ്യൽ കേസസ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി അടുത്തൊന്ന് നോക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് ഡിസ്റ്റിങ്ക്റ്റ് ഓബ്ജക്റ്റുകളുടെ പെർമ്യൂട്ടേഷൻ കാണാനുള്ള ഫോർമുല NPR. ഇനി ചിലപ്പോൾ നമുക്ക് ഈ ഓബ്ജക്റ്റുകളിൽ ചിലതൊക്കെ ഐഡൻറ്റിക്കൽ ആകാം. അതായത് പെർമ്യൂട്ടേഷൻ ഓഫ് ഓബ്ജക്ട്സ് വെൻ ഓൾ ദ ഓബ്ജക്ട്സ് ആർ നോട്ട് ഡിസ്റ്റിങ്ക്റ്റ്. എല്ലാ ഓബ്ജക്റ്റുകളും ഡിസ്റ്റിങ്ക്റ്റ് അല്ലാത്ത കേസുകളിൽ ഇവരുടെ അറേഞ്ച്മെൻറ്റ് എങ്ങനെ കാണാം എന്നുള്ളത് നോക്കാം. അതിന് ഒരു മെത്തേഡ് ഇതാണ്. ഇപ്പോൾ ആകെ n ഓബ്ജക്റ്റുകൾ ഉണ്ടെന്ന് ചോദിച്ചോളൂ.
നമ്പർ ഓഫ് ഓബ്ജക്റ്റ് n ആണ്. അതിലെ P1 നമ്പർ ഓഫ് ഓബ്ജക്റ്റുകൾ ഒരു ടൈപ്പാന്ന് വിചാരിച്ചോളൂ, ഐഡന്റിക്കലാണ്. P2 നമ്പർ ഓഫ് ഓബ്ജക്റ്റുകൾ മറ്റൊരു ടൈപ്പിലാണ്. അതുപോലെ തന്നെ P3 നമ്പർ ഓഫ് ഓബ്ജക്റ്റുകൾ വേറൊരു ടൈപ്പിലാണ്. അതുപോലെ Pk നമ്പർ ഓഫ് ഓബ്ജക്റ്റുകൾ kth ടൈപ്പിലാണ്. ബാക്കി വരുന്ന എല്ലാ ഓബ്ജക്റ്റുകളും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ആകെ നമ്പർ ഓഫ് ഓബ്ജക്ട്സ് n, അതിൽ P1 നമ്പർ ഓഫ് ഓബ്ജക്റ്റുകൾ ഒരേപോലത്തെ ഫസ്റ്റ് കൈൻഡ്, P2 നമ്പർ ഓഫ് ഓബ്ജക്റ്റുകൾ സെക്കൻഡ് കൈൻഡ്, P3 നമ്പർ ഓഫ് ഓബ്ജക്റ്റുകൾ തേർഡ് കൈൻഡ് ആൻഡ് Pk നമ്പർ ഓഫ് ഓബ്ജക്റ്റുകൾ kth കൈൻഡ്. കേട്ടോ, അതായത് P1, P2, P3, P4 എക്സെട്ര അപ് ടു Pk, അതാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി വരുന്ന ഓബ്ജക്റ്റുകളൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ n ഓബ്ജക്റ്റുകളുടെ പെർമ്യൂട്ടേഷൻ നമ്മൾ പറയുന്നത് ഇങ്ങനൊരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ്. n ഫാക്ടോറിയൽ ബൈ P1 ഫാക്ടോറിയൽ ഇൻറ്റു P2 ഫാക്ടോറിയൽ ഇൻറ്റു P3 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര Pk ഫാക്ടോറിയൽ. ഈ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ പെർമ്യൂട്ടേഷൻ പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ രണ്ട് ഫോർമുല ഞാൻ പറഞ്ഞു. ഒന്ന് ഡിസ്റ്റിങ്ക്റ്റ് ഓബ്ജക്റ്റുകളുടെ ഫോർമുല NPR, അത് കാണാനുള്ള മെത്തേഡ് n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. ഇനി n ഓബ്ജക്റ്റുകളിൽ എല്ലാം തന്നെ ഡിസ്റ്റിങ്ക്റ്റ് അല്ലാത്തൊരവസ്ഥ വരാം. അത്തരം കേസിൽ നമ്മൾ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പെർമ്യൂട്ടേഷൻ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ചില വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. നോക്കിയോളൂ, 10P2 അതിൻ്റെ അർത്ഥം ഇതാണ്. ആകെ 10 ഡിസ്റ്റിങ്ക്റ്റ് ഓബ്ജക്റ്റ് ഉണ്ട്. അതിൽ നിന്ന് 2 ഓബ്ജക്റ്റുകൾ എടുത്തിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ എത്ര അറേഞ്ച്മെന്റ് ഉണ്ട്, അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നോക്കിയ രണ്ടാമത്തത് 7P3, ആകെ 7 ഡിസ്റ്റിങ്ക്റ്റ് ഓബ്ജക്റ്റ് ഉണ്ട് ആൻഡ് വി ആർ ടേക്കിംഗ് 3 at a time. Then how many arrangements are there? അപ്പോൾ എൻ്റെ ലാസ്റ്റ് നോക്കിയേ 5P5. There are 5 distinct objects and we are taking all the objects at a time. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര അറേഞ്ച്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ ഞാൻ നോക്കൂ, നമുക്ക് 10P2 കാണണം. അപ്പോൾ അതിനെ ഫോർമുല ഉപയോഗിക്കാം. എന്താണ് ഫോർമുല ഉപയോഗിച്ചാൽ വരിക? 10 ഫാക്ടോറിയൽ ബൈ 10 മൈനസ് 2 ഫാക്ടോറിയൽ അല്ലേ? ഇത് സിംപ്ലിഫൈ ചെയ്താൽ 10 ഫാക്ടോറിയൽ ബൈ 8 ഫാക്ടോറിയൽ അല്ലേ? ഇത് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ 10 into 9 into 8 ഫാക്ടോറിയൽ ബൈ 8 ഫാക്ടോറിയൽ. ഇത് രണ്ടും കട്ട് ചെയ്ത് പോയാൽ 90 എന്ന് വരുന്നു. ഉണ്ടോ? അപ്പോൾ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഇത് കാണാൻ പറ്റും. നിങ്ങൾ കാൽക്കുലേറ്റർ കാൽക്കുലേറ്ററിൽ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് കാണാനുള്ള ബട്ടൺ ഉണ്ട്. അതും നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ സ്റ്റേറ്റ് സിലബസുകാർക്ക് മാത്രമാണ് അതിന് അനുവാദമുള്ളൂ. അപ്പോൾ CBSE-കാർക്കൊന്നും അത് പറ്റില്ല. അപ്പോൾ അത്തരം ആൾക്കാരെ നമ്മൾ മാനുവലായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അല്ലാത്തവരെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഞാനിവിടെ ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്തിട്ട് ആൻസർ കിട്ടിയതിന് പകരം ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് മെത്തേഡിൽ ഇതെങ്ങനെ കാണാൻ പറ്റും എന്നുള്ളത് നോക്കാം. നോക്കിയോളൂ, ഇപ്പോൾ 10P2 വാല്യൂ 90 ആണ് അല്ലേ? ഈ 90 കിട്ടാനായിട്ടുള്ളൊരു എളുപ്പമാർഗ്ഗം ഞാൻ പറയാൻ പോവാണ്. നോക്കിയോളൂ, 10P2 കാണണമെങ്കിൽ ആദ്യം തന്നെ 10 തൊട്ട് ഡിക്രീസിങ് ഓർഡറിൽ 2 നമ്പർ എഴുതാം. അതായത് 10 into 9 എത്ര എഴുതുന്നുണ്ടോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 90. അതായത് 10 തൊട്ട് ഡിക്രീസിങ് ഓർഡറിൽ 2 നമ്പർ എഴുതി പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആൻസർ ആയി. അങ്ങനെയാണെങ്കിൽ നോക്കിയേ 7P3 ഇതെങ്ങനെ കാണാം നോക്കിയേ. 7P3 7 തൊട്ട് 3 നമ്പേഴ്സ് ഡിക്രീസിങ് ഓർഡറിൽ എഴുതണം. അപ്പോൾ 7 into 6 into 5 ഇത്രയേ വേണ്ടൂ. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 210. ഫോർമുല ഉപയോഗിച്ചാലും ഇത് തന്നെ കിട്ടും. നമുക്ക് കാൽക്കുലേറ്ററിൽ ബട്ടൺ ഉണ്ട്, അത് അമർത്തിയാലും ഇത് തന്നെയാണ് ആൻസർ കിട്ടുക. അപ്പോൾ ഇതൊക്കെ മാനുവലായിട്ട് ചെയ്യാനായിട്ടുള്ള മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി അടുത്ത് നോക്കിയാൽ 5P5. അപ്പോൾ എന്ത് ചെയ്യണം? 5 തൊട്ട് ഡിക്രീസിങ് ഓർഡറിൽ 5 നമ്പേഴ്സ് എഴുതണം. ഇനി അതല്ല, NPN നമ്മൾ സ്പെഷ്യൽ കേസ് പറഞ്ഞില്ലേ? NPN എന്താണ്? n ഫാക്ടോറിയൽ ആണെന്ന് പറഞ്ഞു. അതിവിടെ അപ്ലൈ ചെയ്താലും മതി. എന്താണത്? 5 ഫാക്ടോറിയൽ, അത് 120 ആണ്. ഉണ്ടോ? അപ്പം അങ്ങനെ നമുക്ക് ഈ വാല്യൂസ് ഈ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം നോക്കിയേ. നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നേക്കാണ്. NP5 ഈക്വൽ ടു 42 NP3. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് n-ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. We have to find out the value of n such that NP5 equal to 42 NP3. ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഷോർട്ട് കട്ട് മെത്തേഡിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ NP5 കാണണമെങ്കിൽ ഫോർമുല ഉപയോഗിക്കാം. എന്താണ്? n ഫാക്ടോറിയൽ ബൈ n മൈനസ് 5 ഫാക്ടോറിയൽ. നമുക്ക് അത്രയും ചെയ്യാൻ പറ്റുള്ളതിൽ അല്ലേ? പക്ഷേ ഇവിടെ ഞാൻ ഈ n തൊട്ട് 5 നമ്പേഴ്സ് ഡിക്രീസിങ് ഓർഡറിൽ ഇവിടെ എഴുതാം. അതുപോലെ തന്നെ NP3 കാണാൻ n തൊട്ട് 3
നമ്പേഴ്സ് ഡിക്രീസിങ് ഓർഡറിൽ എഴുതാം. അങ്ങനെ എഴുതിയതിന് ശേഷം നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ടേംസുകൾ ക്യാൻസൽ ചെയ്യാം. പിന്നെ വരുന്ന ഇക്വേഷൻ സോൾവ് ചെയ്താൽ എന്നിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കിയോ, ആദ്യം ഞാൻ ഇത് എഴുതി ഉണ്ടോ. എന്നിട്ട് നോക്കിയേ, ഇത് എഴുതുമ്പോൾ n ഇൻറ്റു n-1, n-2, n-3, n-4 ഉണ്ടോ. n തൊട്ട് ഡിക്രീസിങ് ഓർഡറിൽ 5 നമ്പേഴ്സ്. ഇനി ഈക്വൽ ടു 42 ഇൻറ്റു n ഇൻറ്റു n-1 ഇൻറ്റു n-2, അതായത് n തൊട്ട് ഡിക്രീസിങ് ഓർഡറിൽ 3 നമ്പേഴ്സ് ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിലെ കോമൺ ആയിട്ട് വരുന്ന ടേമുകൾ ക്യാൻസൽ ചെയ്യാം. n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഇവിടെയുണ്ട്, അത് ക്യാൻസൽ ചെയ്തു. അപ്പം ബാക്കി വരുന്നത് ഇതാ, ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ n സ്ക്വയർ മൈനസ് 7n പ്ലസ് 12 എന്ന് വരും, ഈക്വൽ ടു 42. ഇതെല്ലാം ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ n സ്ക്വയർ മൈനസ് 7n മൈനസ് 30 ഈക്വൽ ടു 0, എല്ലാം ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ ഇങ്ങനെ കിട്ടും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിനെ 2 വാല്യൂസ് കിട്ടും. ആ 2 വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. n ഈക്വൽ ടു 10 കിട്ടും, അതുപോലെ തന്നെ n ഈക്വൽ ടു മൈനസ് 3 കിട്ടും. n ഈക്വൽ ടു 10, അതുപോലെ തന്നെ n ഈക്വൽ ടു മൈനസ് 3, ഈ 2 വാല്യൂസാണ് ഇതിന് കിട്ടാൻ പോകുന്നത്. പക്ഷേ നമുക്ക് ഈ n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഓബ്ജക്റ്റാണ്. അപ്പോൾ ഈ നെഗറ്റീവ് വാല്യൂ എടുക്കാൻ പറ്റില്ല. കാരണം നെഗറ്റീവ് വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഓബ്ജക്റ്റ് നെഗറ്റീവ് ഒരിക്കലും വരില്ലല്ലോ. അപ്പോൾ നമ്മൾ n ഈക്വൽ ടു 10 എന്നുള്ള വാല്യൂ എടുക്കാൻ പറ്റും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 10 ആയിട്ടാണ് എടുക്കേണ്ടത്. അതായത് ഇത് ജസ്റ്റ് സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ പറയാനായിട്ട് സാധിക്കും. 2 വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെയും അതിലെ ആപ്റ്റ് ആയിട്ടുള്ള വാല്യൂ, അതിൽ സൂട്ടബിൾ ആയിട്ടുള്ള വാല്യൂ മാത്രമേ നമ്മൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. n ഈക്വൽ ടു -3 ഒരിക്കലും എടുക്കാൻ പറ്റില്ല, കാരണം അത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസറാണ്. ഓബ്ജക്റ്റുകളുടെ എണ്ണം ഒരിക്കലും നെഗറ്റീവ് വരില്ല. ഇനി ചില കേസുകളിൽ 2 വാല്യൂ പോസിറ്റീവ് വരും. അപ്പം നമ്മൾ ഏതെടുക്കുക? അപ്പം നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം, ഈ n എന്നുള്ള വാല്യൂ ഇതിനേക്കാളും ചെറുതാകാൻ പാടില്ല. ഒരു ഉദാഹരണമായിട്ട് ഇങ്ങനെ എഴുതിയെന്ന് വിചാരിച്ചോളൂ, 3p5. ഇത് മീനിങ്ലെസ്സാണ്, കാരണം ആകെ ഓബ്ജക്റ്റുകളുടെ എണ്ണം 3. അതിൽ നിന്ന് ഇങ്ങനെ 5 ഓബ്ജക്റ്റ് എടുക്കുക അല്ലേ? അപ്പോൾ ഇത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിലത്തെ വാല്യൂ സൂട്ടബിൾ ആവുന്ന രീതിയിൽ നമ്മൾ ചൂസ് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. നമുക്ക് വേറൊരു ഇക്വേഷൻ തന്നേക്കുന്നു, np4 by n-1p4 equal to 5/3, and we have to find out the value of n. ആ n-ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിയേ, വി ആർ ഗിവൺ ദ ഇക്വേഷൻ അല്ലേ. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ എന്താ കിട്ടുക? 3 ഇൻറ്റു np4 ഈക്വൽ ടു 5 ഇൻറ്റു n-1p4 അല്ലേ, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇനി നോക്കിയേ, np4 കാണാൻ എന്താ ചെയ്യേണ്ടത്? n തൊട്ട് ഡിക്രീസിങ് ഓർഡറിൽ 4 നമ്പർ എഴുതാം അല്ലേ. അപ്പോൾ 3 ഇൻറ്റു n ഇൻറ്റു n-1 n-2 ഇൻറ്റു n-3 ഈക്വൽ ടു 5 ഇൻറ്റു n-1 തൊട്ട് 4 നമ്പേഴ്സ്, n-1, n-2, n-3, n-4 ഉണ്ടോ. അവിടെ നമ്മൾ ആ മാനുവലായിട്ട് ചെയ്യുന്നൊരു മെത്തേഡ് അവിടെ ഞാൻ അപ്ലൈ ചെയ്തേക്കാണ്. ഇനി നമുക്ക് കോമൺ ആയിട്ട് വരുന്നതൊക്കെ ക്യാൻസൽ ചെയ്യാം. n-1, n-2, n-3 ഇതാ ഇവിടെയുണ്ട് അല്ലേ. ഇവിടെ പിന്നെ ബാക്കിയുള്ള എന്താ? 3n. ഇവിടെ 5 ഇൻറ്റു n-4 അല്ലേ. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത 3n ഈക്വൽ ടു 5n മൈനസ് 20 അല്ലേ. ഈ 3n ഇങ്ങോട്ടും ഇതിങ്ങോട്ടും കൊണ്ടുവന്നാൽ 20 ഈക്വൽ ടു 5n മൈനസ് 3n, അതായത് ഇവിടെ 2n ആണ് 20. അതിൽ നിന്നും n-ന്റെ വാല്യൂ 10 എന്ന് കിട്ടുന്നു. അപ്പോൾ ആ രീതിയിൽ നമുക്ക് n-ന്റെ വാല്യൂ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം നോക്കി. നമ്മുടെ ഇക്വേഷൻ ഇതാണ്, n-1p3 ഈസ് ടു np4 ഈക്വൽ ടു 1:9. ഇതിൽ നിന്നും n-ന്റെ വാല്യൂ കാണണം. അപ്പോൾ ഇതൊരു റേഷ്യോയുടെ സിമ്പലാണ് അല്ലേ. ഇതിന് നമുക്ക് ഈ രീതിയിലേക്കൊന്ന് മാറ്റാം. n-1p3 by np4 ഈക്വൽ ടു 1/9 അല്ലേ. ഇതിപ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത ഒരു പ്രോബ്ലത്തിൻ്റെ ഐഡിയയിലല്ലേ. അവിടെ എന്താ ചെയ്തത്? ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നു, ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി നോക്കി. 9 ഇൻറ്റു n-1p3 ഈക്വൽ ടു 1 ഇൻറ്റു np4 ഉണ്ടോ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ 9 ഇൻറ്റു ഇവിടെ തൊട്ട് 3 നമ്പേഴ്സ്, n-1, n-2, n-3 ഈക്വൽ ടു ഇവിടെ n-1, n-2, n-3.
ഇത് ക്യാൻസൽ ചെയ്യുന്നത് ഇതൊക്കെ ഇങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്താ വരിക? 9 ഈക്വൽ ടു n. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 9 ആയിട്ട് നമുക്ക് കിട്ടുന്നു. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം നോക്കിയോളൂ. വി ആർ ഗിവൺ NP2 ഈക്വൽ ടു 56. NP2ൻ്റെ വാല്യൂ 56 ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് എന്നിൻ്റെ വാല്യൂ കാണണം. അപ്പോൾ NP2 എങ്ങനെ കാണാം? n തൊട്ട് ഡിക്രീസിങ് ഓർഡറിൽ 2 നമ്പർ എഴുതുക അല്ലേ? ആ പ്രോഡക്റ്റ് എടുക്കുകയാണ്. അപ്പോൾ നോക്കിയേ, n ഇൻറ്റു n മൈനസ് 1 ഇസ് ഈക്വൽ ടു 56 അല്ലേ? ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് n സ്ക്വയർ മൈനസ് n ഈക്വൽ ടു 56, അതായത് n സ്ക്വയർ മൈനസ് n മൈനസ് 56 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഇത് സോൾവ് ചെയ്യാൻ നമുക്കറിയാമല്ലോ അല്ലേ? ഇത് സോൾവ് ചെയ്താൽ എന്നിന് ഏതൊക്കെ വാല്യൂ കിട്ടാം? n ഈക്വൽ ടു 8, ഒരു വാല്യൂ n ഈക്വൽ ടു 8 ആണ്. അടുത്തൊരു വാല്യൂ കിട്ടുക n ഈക്വൽ ടു -7. n ഈക്വൽ ടു 8 ആൻഡ് n ഈക്വൽ ടു -7. ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതായത് ഇവിടുത്തെ ആ എന്നിൻ്റെ വാല്യൂ വരുന്നത് n ഈക്വൽ ടു 8 വരാം, അല്ലെങ്കിൽ n ഈക്വൽ ടു -7 വരാം. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആ വാല്യൂ കിട്ടുന്നതാണ്. ഇത് സിംപ്ലിഫൈ ചെയ്യാനുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഫോർമുല ഉപയോഗിക്കുക, ക്വാഡ്രാറ്റിക് ഫോർമുല, അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ. ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ മാറ്റി എഴുതാം. n-8 ഇൻറ്റു n+7 ഈക്വൽ ടു 0. ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ n ഈക്വൽ ടു 8ഉം n ഈക്വൽ ടു -7 ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നോക്കി നമുക്ക് ഈ -7 ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ n ഈക്വൽ ടു 8 ആണ് ഇവിടെ ഉപയോഗിക്കേണ്ട വാല്യൂ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു പ്രോബ്ലം നോക്കുക. അത് നേരത്തെ ചെയ്തതിൽ നിന്നും വ്യത്യാസമുണ്ട്. നേരത്തെ എന്നിൻ്റെ വാല്യൂ കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ആറിൻ്റെ വാല്യൂ കാണാനാണ് പറഞ്ഞേക്കുന്നത്. അതിനൊരു ഇക്വേഷൻ തന്നേക്കുന്നത് നോക്കിയാൽ 5 ഇൻറ്റു 4PR ഈക്വൽ ടു 6 ഇൻറ്റു 5PR മൈനസ് 1. ഇതാണ് ഇക്വേഷൻ. ഇത് ഉപയോഗിച്ചുകൊണ്ട് ആറിൻ്റെ വാല്യൂ ആണ് കാണുന്നത്. എന്നിൻ്റെ അല്ല, ഇവിടെ n ഇല്ല കേട്ടോ, ആറിൻ്റെ വാല്യൂ കാണണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, ഇവിടെ നമ്മൾ വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദ ഫോർമുല. NPRൻ്റെ ഫോർമുല ഉപയോഗിക്കാം. ഇവിടെ നോക്കിയാൽ 4PR എങ്ങനെ എഴുതാം? 4 ഫാക്ടോറിയൽ ബൈ 4 മൈനസ് R ഫാക്ടോറിയൽ. അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ എഴുതിയിട്ട് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത കോമൺ ഫാക്ടർ ക്യാൻസൽ ചെയ്ത് ആറിൻ്റെ വാല്യൂ കിട്ടും. ആറിൻ്റെ വാല്യൂ കിട്ടുമ്പോഴും ശ്രദ്ധിക്കണം, ഒന്നിലധികം വാല്യൂസ് ഉണ്ടെങ്കിൽ സൂട്ടബിൾ ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ആദ്യം ഞാൻ ഇക്വേഷൻ എഴുതി. അപ്പോൾ നോക്കിയാൽ 5 ഇൻറ്റു 4PR കേട്ടോ, 4 ഫാക്ടോറിയൽ ബൈ 4 മൈനസ് R ഫാക്ടോറിയൽ. ഇതാണ് ലെഫ്റ്റ് സൈഡ്. ഇനി റൈറ്റ് സൈഡ് നോക്കിയാൽ 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് R മൈനസ് 1, അത്രയും ഫാക്ടോറിയലാണ് ഉണ്ടോ. ജസ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുക. ഇത് ഒന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി 5 ഫാക്ടോറിയൽ ആണ്. പിന്നെ 4 മൈനസ് R ഫാക്ടോറിയൽ ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ 6 ഇൻറ്റു 5 ഫാക്ടർ അത് അതുപോലെ തന്നെ ഇട്ടാൽ മതി. കാരണം ഇവിടെ ഒരു 5 ഫാക്ടോറിയൽ ഉണ്ടല്ലോ, ക്യാൻസൽ ചെയ്യാൻ എളുപ്പമുണ്ട്. ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 മൈനസ് R പ്ലസ് 1 വരും. അപ്പോൾ 6 മൈനസ് R ഫാക്ടോറിയൽ ആണ്. അതെങ്ങനെ വന്നത്? ഈ മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -R പ്ലസ് 1, ആ പ്ലസ് 1ഉം 5ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 6 മൈനസ് R ഫാക്ടോറിയൽ. ഇനി എന്ത് വേണം വെച്ചാൽ, നമുക്ക് ഒരേപോലത്തെ ടേംസുകൾ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെ നോക്കിയാൽ 5 ഫാക്ടോറിയൽ, ഇവിടെ ഉണ്ട് 5 ഫാക്ടോറിയൽ, അത് ക്യാൻസൽ ചെയ്യാം. പക്ഷെ അതേപോലെ ഇവിടെയും ഒന്നും മാറ്റണത് നല്ലതാണ്. നോക്കിക്കൊണ്ട് ഇതിനൊന്നുകൂടി മാറ്റി എഴുതുന്നു. 5 ഫാക്ടോറിയൽ by 4 minus R factorial equal to 6 into 5 factorial by ഇതിനൊന്ന് മാറ്റുന്നു 6 minus R into 5 minus R into 4 minus R factorial. ആദ്യം എഴുതി, അതിൽ നിന്നൊന്ന് മൈനസ് ചെയ്തു, വീണ്ടും ഒന്നുകൂടി മൈനസ് ചെയ്തു, ഇങ്ങനെ എഴുതി. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ഫാക്ടറുകൾ ക്യാൻസൽ ചെയ്യാം. ഇത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇവിടെ ബാക്കി 1 ഉള്ളൂ. 1 equal to 6 by 6 minus R into 5 minus R. ഓക്കെ, ഇനി ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി സിംപ്ലിഫൈ ചെയ്താൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. എന്താണെന്ന് നോക്കാം. 6 minus R into 5 minus R equal to 6. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 30 minus 6R minus 5R minus 11R plus R square equal to 6. അതായത് R square minus 11R plus 24 equal to 0. ഓക്കെ, ഇത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ
ഇൻ ആർ അത് സോൾവ് ചെയ്യുമ്പോൾ ആർ ഈക്വൽ ടു 8ഉം ആർ ഈക്വൽ ടു 3യും നമുക്ക് കിട്ടും. ആർ ഈക്വൽ ടു 8 ആൻഡ് ആർ ഈക്വൽ ടു 3. ഇതിൽ ഏത് വാല്യൂ ചൂസ് ചെയ്യണം എന്നുള്ളത് അറിയാനായിട്ട് നമ്മൾ ആ തന്നിരിക്കുന്ന ഇക്വേഷൻ ഒന്ന് നോക്കിയാൽ മതി. ഇക്വേഷൻ എന്താ? 5 × 4PR ആണ് അല്ലേ. ഇതിലെ ആറിൻ്റെ വാല്യൂ 8 എടുത്താൽ മീനിങ്ലെസ്സാ അല്ലേ. അപ്പോൾ നമുക്ക് ആറിൻ്റെ വാല്യൂ 3 എടുക്കുകയാണ് ഇവിടെ നല്ലത്. കാരണം 8 എടുത്താൽ ഇത് മീനിങ്ലെസ് ആയിട്ട് മാറും. അപ്പോൾ രണ്ടും പോസിറ്റീവ് വാല്യൂ ആണ്. പക്ഷേ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ മീനിങ് ഫുൾ ആയിട്ടുള്ള വാല്യൂ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. സോ വി ഹാവ് ടു ടേക്ക് ആർ ഈക്വൽ ടു 3. ഇത് എന്തായാലും നമുക്ക് സൂട്ടബിൾ അല്ല. ഇതാണ് എടുക്കേണ്ടത്. ഓക്കെ. അടുത്തൊരു പ്രോബ്ലം നോക്കിക്കോളൂ. 5PR ഈക്വൽ ടു 2 × 6PR - 1. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ആർ. അപ്പോൾ ആദ്യം നമ്മൾ 5PRൻ്റെ ഫോർമുല 5 ഫാക്ടോറിയൽ ബൈ 5 - R ഫാക്ടോറിയൽ. ഓക്കെ. ഇവിടെ 2 × 6 ഫാക്ടോറിയൽ ബൈ 6 - R - 1 അതിൻ്റെ ഫാക്ടോറിയൽ നേരത്തെ എഴുതിയ പോലെ തന്നെ. ഇത് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 ഫാക്ടോറിയൽ ബൈ 5 - R ഫാക്ടോറിയൽ. ഇവിടെ 2 × ഈ 6 ഫാക്ടോറിയലിനെ 6 × 5 ഫാക്ടോറിയൽ എന്ന് സ്പ്ലിറ്റ് ചെയ്താൽ ഇതായിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിയാൽ 6 - R + 1 7 - R ഫാക്ടോറിയലാണ്. കോമൺ ടേംസ് വരുന്ന രീതിയിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. 5 ഫാക്ടോറിയൽ ബൈ 5 - R ഫാക്ടോറിയൽ equal to 2 × 6 × 5 ഫാക്ടോറിയൽ. ഇവിടെ 7 - R ഒന്ന് മൈനസ് ചെയ്യുമ്പോൾ 6 - R ഒന്നുകൂടി മൈനസ് ചെയ്യുമ്പോൾ 5 - R ഫാക്ടോറിയൽ. ഇപ്പോൾ നമുക്ക് ക്യാൻസലേഷൻ എളുപ്പമുണ്ട്. 5 ഫാക്ടോറിയൽ ഇവിടെ ക്യാൻസൽ ചെയ്യാം, 5 - R ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ ബാക്കി വരുന്നത് 1 ആണ്. ഇവിടെ എന്താ 2 × 6 12 ബൈ 7 - R × 6 - R ഉണ്ടോ. കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ അതേ മോഡലായിട്ടുണ്ട്. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. എന്താണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത്? 7 - R × 6 - R ഈക്വൽ ടു 12. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. R² മൈനസ് 13R പ്ലസ് 42 ഈക്വൽ ടു 12. അതായത് R² മൈനസ് 13R പ്ലസ് 30 ഈക്വൽ ടു 0. ഇവിടെ ആറിന് വാല്യൂസ് ഒന്ന് 10ഉം ഒന്ന് 3ഉം വരും ഉണ്ടോ. ഇവിടെയും ശ്രദ്ധിക്കണം. R ഈക്വൽ ടു 10 ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് 5PR അവിടെ ആറിന് 10 കൊടുത്താൽ സിമ്പിൾ അത് മീനിങ്ലെസ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കുന്നത് 3 എന്നുള്ള വാല്യൂ ആണ് എടുക്കേണ്ടത്. R ഈക്വൽ ടു 3 എന്ന വാല്യൂ എടുക്കണം. ഓക്കെ. അടുത്ത പ്രോബ്ലം നോക്കാം. 5PR ഈക്വൽ ടു 6PR - 1. ഇതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് നോക്കാം. ആറിൻ്റെ വാല്യൂ ഇവിടെ നോക്കിയേ. 5 ഫാക്ടോറിയൽ ബൈ 5 - R ഫാക്ടോറിയൽ. ഇവിടെ 6 ഫാക്ടോറിയൽ ബൈ 6 - R - 1 ഫാക്ടോറിയൽ. ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. 5 ഫാക്ടോറിയൽ ബൈ 5 - R ഫാക്ടോറിയൽ. 6 ഫാക്ടോറിയൽ 6 × 5 ഫാക്ടോറിയൽ ബൈ ഇവിടെ 7 - R ഫാക്ടോറിയൽ. അപ്പോൾ 5 ഫാക്ടോറിയൽ ബൈ 5 - R ഫാക്ടോറിയൽ ഈക്വൽ ടു 6 × 5 ഫാക്ടോറിയൽ ബൈ 7 - R × 6 - R × 5 - R ഫാക്ടോറിയൽ. അത് ക്യാൻസലേഷൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു, ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു. ബാക്കി ഇവിടെ 1, ഇവിടെ 6 ബൈ 7 - R × 6 - R. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ 7 - R × 6 - R ഈക്വൽ ടു 6. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ R² മൈനസ് 13R പ്ലസ് 42 ഈക്വൽ ടു 6. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ R² മൈനസ് 13R പ്ലസ് 36 ഈക്വൽ ടു 0. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ ആറിന് നമുക്ക് 2 വാല്യൂസ് കിട്ടും. ഒന്ന് 9ഉം അതുപോലെ തന്നെ 4ഉം ആണ്. 9ഉം 4ഉം ആണ് നമുക്കിവിടെ കിട്ടുന്ന വാല്യൂസ്. ഇതിൽ 9 എന്തായാലും പറ്റില്ല, കാരണം ഇവിടെ കൊടുത്ത മീനിങ് ലെസ് ആണ്. അപ്പോൾ R ഈക്വൽ ടു 4 ആണ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി മറ്റൊരു പ്രോബ്ലം നോക്കാം.
നമുക്കൊരു വാക്ക് അവിടെ ഞാൻ ബോർഡും എഴുതിയിട്ടുണ്ട്. അത് അലഹബാദ് എന്ന സ്ഥലത്തിൻ്റെ പേരാണ് അല്ലേ. ഈ അലഹബാദ് എന്ന ആ വാക്കിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എത്ര വേർഡ്സ് ഫോം ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ചോദിക്കുകയാണ്. അതായത് അലഹബാദ് എന്ന വേർഡ്സിലെ ലെറ്റേഴ്സ് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 3, 6, 9 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ. ഈ 9 ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പുതിയ വാക്കുകൾ ഉണ്ടാക്കുകയാണ്, എല്ലാ ലെറ്റേഴ്സും ഉപയോഗിച്ചുകൊണ്ട്. വിത്ത് മീനിങ് ഓർ വിത്തൗട്ട് മീനിങ്, ഹൗ മെനി വേർഡ്സ് ആർ പോസിബിൾ, അതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കി ഈ 9 ലെറ്റേഴ്സും ഒന്ന് പരിശോധിക്കുമ്പോൾ അതിലെ എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് അല്ല അല്ലേ. ചിലതൊക്കെ ഐഡൻറ്റിക്കലാണ്. ഏതൊക്കെ? എ, 1, 2, 3, 4 4 എകളുണ്ട്. അതുപോലെ തന്നെ നോക്കൂ 2 എല്ലുകളുണ്ട് അല്ലേ. ബാക്കിയൊക്കെ ഡിഫറെൻ്റാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ 9 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ 4 എസ് ഉണ്ട്. അതുപോലെ തന്നെ 2 എൽസ് ഉണ്ട് അല്ലേ. ബാക്കിയൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഐഡൻറ്റിക്കൽ ഓബ്ജക്റ്റുകളുടെ പെർമ്യൂട്ടേഷൻ്റെ ഫോർമുല ഉപയോഗിക്കാം. അപ്പോൾ എന്താ വരിക? ആകെ 9 ഓബ്ജക്റ്റ്, അപ്പോൾ 9 ഫാക്ടോറിയൽ. എ 4 ടൈംസ് ഉണ്ടപ്പോൾ 4 ഫാക്ടോറിയൽ. പിന്നെ എൽ 2 ടൈംസ് ഉണ്ടപ്പോൾ 2 ഫാക്ടോറിയൽ. ഇത് കാൽക്കുലേഷൻ നടത്തി എത്രയാണെന്ന് നമ്മൾ നോക്കുകയാണ്. ഇത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ മാനുവലായിട്ട് വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ ആൻസർ എത്രയാണെന്ന് നോക്കാം. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കി. ഡോട്ടർ എന്നൊരു വാക്ക് തന്നിട്ടുണ്ട്. ഈ ഡോട്ടർ എന്ന വാക്കിലെ ലെറ്റേഴ്സ് എടുത്ത് നമ്മൾ അറേഞ്ച് ചെയ്യാണ്. പക്ഷേ അതിൽ ആദ്യം പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ വവ്വൽസ് എല്ലാം ഒരുമിച്ച് വരുന്ന എത്ര അറേഞ്ച്മെൻ്റ് ഉണ്ട് എന്നാണ് ആദ്യം കാണുന്നത്. വവ്വൽസ് എല്ലാം ഒരുമിച്ച് വരുന്ന എത്ര അറേഞ്ച്മെൻ്റ് ഉണ്ടെന്ന്. പിന്നെ എന്താണെന്ന് വെച്ചാൽ വവ്വൽസ് എല്ലാം ഒരുമിച്ച് വരാത്ത എത്ര അറേഞ്ച്മെൻ്റ് ഉണ്ടെന്ന് അല്ലേ. ഈ 2 കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് വവ്വൽസ് എല്ലാം ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെൻറ്റ് എത്രയുണ്ടെന്നും വവ്വൽസ് എല്ലാം ഒരുമിച്ച് വരാത്ത എത്ര അറേഞ്ച്മെൻറ്റ് ഉണ്ടെന്ന് അറിയണം. അപ്പോൾ അതിനാദ്യം തന്നെ ഈ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എത്ര അറേഞ്ച്മെൻറ്റ് പോസിബിൾ ആണെന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, എന്താണ് 3, 4, 8 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ. ഈ 8 ലെറ്റേഴ്സും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ 8 ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് 8p8, അതായത് 8 ഫാക്ടോറിയൽ വേർഡ്സ് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും ഉണ്ട്. അത് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേഷൻ നടത്താം. ഇനി നോക്കൂ, നമുക്ക് വവ്വൽസ് എല്ലാം ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെൻ്റ് ആണ് കിട്ടേണ്ടത്. ഇതിലേതൊക്കെ ഈ വവ്വൽസ്? എ ഉണ്ട്, യു ഉണ്ട്, അതുപോലെ തന്നെ ഇ ഉണ്ട് അല്ലേ. ഇത് 3 വവ്വൽസ്. ഇതെല്ലാം ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെൻ്റ് ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ എ, യു, ഇ, ഈ 3 വവ്വൽസ് ഒറ്റ സിംഗിൾ ലെറ്റർ ആണെന്ന് വിചാരിക്കുക. ഒരു ലെറ്റർ ആണെന്ന് വിചാരിക്കുക. എ, യു, ഇ ഒറ്റ ലെറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? ഇവിടെ ഡി, അതുപോലെ തന്നെ ജി, എച്ച്, ടി, ആർ. ബാക്കി 5 ലെറ്റേഴ്സ് അവിടെ ഉണ്ട് അല്ലേ. അതായത് വവ്വൽസ് ഇതാണ്, ബാക്കിയുള്ള ലെറ്റേഴ്സ് ഇതാ. അപ്പോൾ ഇവിടുത്തെ ഇതൊരു ഒറ്റ ലെറ്റർ ആയിട്ട് കരുതുക. ഇത് 5 ലെറ്ററും ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ 5ഉം ഇവിടുത്തെ 1ഉം ചേർന്നാൽ ആകെ 6 ലെറ്റർ ഇപ്പേ ഉള്ളൂ. കാരണം ഇത് ഒറ്റ ലെറ്റർ ആയിട്ട് കരുതിയേക്കുക. 6 ലെറ്ററിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും? 6p6, അതായത് 6 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ ഓരോ അറേഞ്ച്മെൻറ്റിലെയും ഈ 3 ലെറ്റേഴ്സിനെ 3 ഫാക്ടോറിയൽ ബേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ആകെ ഈ 6 വെച്ചിട്ട് 6 ഫാക്ടോറിയലാണ്. അതിലത്തെ ഓരോ അറേഞ്ച്മെൻറ്റിലും ഈ 3 ലെറ്റേഴ്സ് പരസ്പരം മാറ്റാൻ പറ്റും 3 ഫാക്ടോറിയൽ ബേസിൽ. അങ്ങനെയാണെങ്കിൽ ഈ വവ്വൽസ് എല്ലാം ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് 3 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഫാക്ടോറിയൽ ആണ് കേട്ടോ. വവ്വൽസ് എല്ലാം ഒരുമിച്ച് വരുന്നത് ആകെ അറേഞ്ച്മെന്റ് ഇതാണ്. വവ്വൽസ് എല്ലാം ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെന്റ് ഇതാണ്. അപ്പോൾ വവ്വൽസ് എല്ലാം ഒരുമിച്ച് വരാത്ത അറേഞ്ച്മെന്റ് കിട്ടാൻ എന്ത് ചെയ്യണം? ഇതിൽ നിന്നത് മൈനസ് ചെയ്യാം. ഇത് 8 ഫാക്ടോറിയൽ മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഫാക്ടോറിയൽ. ഇത് എത്രയാണെന്ന് നിങ്ങൾ കാൽക്കുലേഷൻ നടത്തി നോക്കുക കേട്ടോ. അപ്പോൾ അവിടെ 3 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. 2 കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളെങ്കിലും 3 കാര്യങ്ങൾ കണ്ടു. ഒന്ന്, ഈ ഡോട്ടർ എന്ന വാക്കിലെ എല്ലാ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എത്ര വേർഡ്സ് ഫോം ചെയ്യാൻ പറ്റും. അവിടെ വേറെ കണ്ടീഷനൊന്നുമില്ല. ഇനി വവ്വൽസ് എല്ലാം ഒരുമിച്ച് വരുന്ന എത്ര അറേഞ്ച്മെൻറ്റ് അതിലുണ്ട്. അതിന് വവ്വൽസ് ഒറ്റ ലെറ്റർ ആയിട്ട് എടുത്ത് അപ്പോൾ 6 ലെറ്റർ ഉണ്ട്. ആ 6 ലെറ്ററിൻ്റെ അറേഞ്ച്മെൻറ്റ് 6 ഫാക്ടോറിയലാണ്. അതിലത്തെ ഓരോ അറേഞ്ച്മെൻറ്റിലും ഈ 3 ലെറ്റേഴ്സിനെ 3 ഫാക്ടോറിയൽ വൈസിൽ അറേഞ്ച് ചെയ്യാം. സോ ബൈ FPC, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, ദ ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് ഇൻ വിച്ച് all the vowels are together is given by 3 factorial into 6 factorial. ഇതാണ് അതിലത്തെ വവ്വൽസ് ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെൻറ്റിൻ്റെ എണ്ണം. ഇനി നമുക്ക് വവ്വൽസ് എല്ലാം ഒരുമിച്ച് വരാത്ത അറേഞ്ച്മെൻറ്റ് കിട്ടണമെങ്കിൽ ആകെ അറേഞ്ച്മെൻറ്റിൽ നിന്നും ഇത് മൈനസ് ചെയ്താൽ മതി.
അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസറും പറയാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. ഇൻഡിപെൻഡൻസ് എന്നൊരു വാക്ക് തന്നേക്കാം. എന്നിട്ട് ആദ്യത്തെ ചോദ്യം ഇതാണ്: ഈ ഇൻഡിപെൻഡൻസ് എന്ന വാക്കിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എത്ര വേർഡ്സ് ഫോം ചെയ്യാൻ പറ്റും എന്നാണ് ആദ്യത്തെ ചോദ്യം, അല്ലേ? അപ്പം അതിന് ഇത് നോക്കുക, ഇതിൽ എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് അല്ല, ചിലതൊക്കെ ഐഡൻറ്റിക്കല, അല്ലേ? അപ്പോൾ നോക്കൂ, ആകെ എത്ര ലെറ്റർ ഉണ്ട്? 12 ലെറ്റേഴ്സ് ഉണ്ട്, അല്ലേ? അതിൽ ഏതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഇവിടെ 12 ലെറ്റേഴ്സിൽ എൻ എന്ന് പറയുന്നത് 3 ടൈംസ് ഉണ്ട്, 3 എൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇ എന്ന് പറയുന്നതൊക്കെ എത്ര ഉണ്ടെന്ന് നോക്കി, 4 ഈകളുണ്ട്, അല്ലേ? 4 ഈകളാണ് അവിടെ ഉള്ളത്. പിന്നെ അവിടെ ഡികളുണ്ട്, 1 2, അല്ലേ? 2 ഡികളുണ്ട്, 2 ഡീസ് ഉണ്ടോ? അപ്പോൾ ഏതൊക്കെയാണ് അവിടെ വന്നേക്കുന്നത്? ആകെ 12 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ എൻ 3 തവണയുണ്ട്, ഇ 4 തവണയുണ്ട്, ഡി 2 തവണയുണ്ട്. ബാക്കി എല്ലാ ലെറ്റേഴ്സും ഡിഫറെൻ്റ് ആണ്, അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് അറിയാനായിട്ടുള്ള ഫോർമുല ഇതാണ്: 12 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇത് കാൽക്കുലേഷൻ നടത്തി നോക്കുക. കാൽക്കുലേഷൻ നടത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും: 1663200. അത് നിങ്ങൾ കാൽക്കുലേഷൻ നടത്തി നോക്കിയാൽ കിട്ടുന്ന ആൻസറാണ് കേട്ടോ. അപ്പോൾ അത് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറായി. അടുത്ത ചോദ്യം നോക്കൂ. ഈ നേരത്തെ നമ്മൾ ഇൻഡിപെൻഡൻസ് എന്ന വാക്കിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എത്ര വേർഡ്സ് ഫോം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു, അല്ലേ? അതിൻ്റെ ആൻസർ കിട്ടി. ഇനി ചോദിക്കുന്നത് ഇതാണ്: അതിലെ എത്ര അറേഞ്ച്മെൻറ്റിലെ പിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര അറേഞ്ച്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. അത് നേരത്തെ നമുക്ക് ആകെ അറേഞ്ച്മെൻറ്റ് കിട്ടി. അതിൽ പി എന്ന ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര അറേഞ്ച്മെൻ്റ് ഉണ്ടെന്ന് അറിയണം. അപ്പോൾ അതിനെന്ത് വേണം വെച്ചാൽ ഈ ലെഫ്റ്റ് എക്സ്ട്രീമിൽ നമ്മൾ പി ഫിക്സ് ചെയ്യാണ്, അല്ലേ? അപ്പോൾ ബാക്കി 11 ലെറ്റേഴ്സിൻ്റെ ഈ 11 പൊസിഷനിലേക്ക് നമുക്ക് ഫില്ലപ്പ് ചെയ്താൽ മതി, അല്ലേ? പക്ഷേ ഈ 11 ലെറ്റേഴ്സിൽ പി ആണ് ഫിക്സ് ചെയ്തത്. ആ 11 ലെറ്റേഴ്സിലെ 3 എന്നുകളുണ്ട്, അല്ലേ? അതുപോലെ തന്നെ 4 ഈകളുണ്ട്, അതുപോലെ തന്നെ 2 ഡികളുണ്ട്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 11 ലെറ്റേഴ്സ് നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം: 11 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊന്ന് കാൽക്കുലേഷൻ നടത്തി നോക്കാം. നടത്തി നോക്കുമ്പോൾ നമുക്ക് ആൻസർ 138,600 എന്ന് പറഞ്ഞാൽ പിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇത്രയും അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതിലെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഡിപെൻഡൻസ് എന്ന വാക്കിലെ ലെറ്റേഴ്സിലെ വവ്വൽസ് എല്ലാം ഒരുമിച്ച് വരുന്ന എത്ര അറേഞ്ച്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. വവ്വൽസ് എല്ലാം ഒരുമിച്ച് വരുന്നത്. അപ്പോൾ ഈ ഇൻഡിപെൻഡൻസ് എന്ന വാക്കിൽ വവ്വൽസ് ഇതാണ്, അല്ലേ? എത്ര വവ്വൽസ് ഉണ്ട്? 5 വവ്വൽസ് ഉണ്ട്. അതിൽ 4 ഒരേപോലത്തെയാണ്, അല്ലേ? ബാക്കി ഇവിടെ നോക്കൂ, ഇതല്ലാത്ത ലെറ്റേഴ്സ് ഏതൊക്കെയാണുള്ളത്? അവിടെ എൻ ഉണ്ട്, ഡി ഉണ്ട്, പി ഉണ്ട്, വീണ്ടും എൻ ഉണ്ട്, ഡി ഉണ്ട്, പിന്നെ എൻ ഉണ്ട്, പിന്നെ സി ഉണ്ട്, അല്ലേ? ഇത്രയാണ് വരുന്നത്. 7 എണ്ണം ഉണ്ട്, ഇവിടെ 5 എണ്ണം, അങ്ങനെ 12 എണ്ണം, അല്ലേ? അപ്പൊ ഇവിടെ ഇത് ഒരുമിച്ച് വരണം എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതൊരു ലെറ്ററായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ലെറ്റർ ഉണ്ട് നോക്കിയേ? 3, 6, 7, 8 ലെറ്റർ ഉണ്ട്, അല്ലേ? ഇത് 8 എണ്ണമാണ്. ഈ 8 എണ്ണത്തില് നോക്കിയേ, ഇവിടെ 3, 6, 7, 7, 1, 8 ലെറ്ററാണ് ഇപ്പൊ ഉള്ളൂ. ഈ 8 ലെറ്ററിൽ എന്തുണ്ട്? 3 എന്നുകളുണ്ട്, അതുപോലെ തന്നെ 2 ഡികളും ഉണ്ട്, അല്ലേ? ഈ 8 ലെറ്ററിൽ 3 എന്നുകളും 2 ഡികളുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അറേഞ്ച്മെന്റ് 8 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ആണ്. അതിലെ ഓരോ അറേഞ്ച്മെന്റിലും ഈ 5 വവ്വൽസ് നമുക്ക് അറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് 5 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ബേസിൽ. എന്തുകൊണ്ടാണ് ഇത് വന്നത്? 4 എണ്ണം ഐഡന്റിക്കൽ ആയതുകൊണ്ടാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ വവ്വൽസ് എല്ലാം ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെന്റ് അത്രയാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊന്ന് കാൽക്കുലേഷൻ നടത്തി നോക്കി. കാൽക്കുലേഷൻ നടത്തി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 16800 എന്ന ആൻസറാണ്. അപ്പോൾ ഇത് വവ്വൽസ് എല്ലാം ഒരുമിച്ച് വരുന്ന അറേഞ്ച്. ഇനി അടുത്ത ചോദ്യം, ഇതിപ്പോൾ വവ്വൽസ് ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെന്റാണ് കിട്ടിയത്, അല്ലേ? ഇനി അടുത്ത ചോദ്യം വവ്വൽസ് എല്ലാം ഒരുമിച്ച് വരാത്ത അറേഞ്ച്മെന്റ് കാണാനാണ്. അതിന് ഇത്രേ ചെയ്യേണ്ടുള്ളൂ. ആകെ അറേഞ്ച്മെന്റ് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്, അല്ലേ? വവ്വൽസ് എല്ലാം ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെന്റും കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ആകെ അറേഞ്ച്മെൻറ്റിൽ നിന്ന് വവ്വൽസ് എല്ലാം ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെൻറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിക്വയർഡ് ആൻസർ ആകും. നോക്കാം. ഇവിടെ നേരത്തെ നമ്മൾ കണ്ടുവെച്ച ഒന്നാമത്തെ ചോദ്യത്തിലെ ആകെ അറേഞ്ച്മെന്റ് ഇതാണ്. ഓക്കെ, വവ്വൽസ് എല്ലാം ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെന്റ് ഇതാണ് അല്ലേ. അപ്പൊ ആകെ അറേഞ്ച്മെന്റിൽ നിന്നും ഈ ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെന്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടി. ഇതെന്തായിരിക്കും? വവ്വൽസ് എല്ലാം ഒരുമിച്ച് വരാത്ത അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, അടുത്തതായിട്ട് നോക്കൂ. ഫൈൻഡ് ദ നമ്പർ ഓഫ് വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് ഐ ആൻഡ് എൻഡ് വിത്ത് പി. അങ്ങനത്തെ എത്ര വേർഡ്സ് ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണോ? ലെഫ്റ്റ് എക്സ്ട്രീമിൽ ഐ ഫിക്സ് ചെയ്യുന്നു, റൈറ്റ് എക്സ്ട്രീമിൽ പി ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ദം ദർ ആർ 10 പൊസിഷൻസ്. ആ 10 പൊസിഷൻസിലേക്ക് ഇതിലത്തെ മറ്റുള്ള ലെറ്റേഴ്സ് നമുക്ക് ഫിക്സ് ചെയ്യണം. ഇതിലേതൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഐ ഫിക്സ് ചെയ്തു, പിയും ഫിക്സ് ചെയ്തു. ബാക്കി ഇത്ര 10 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ. ഈ 10 ലെറ്റേഴ്സിൽ 3 എൻ ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ 4 ഇ ഉണ്ട്, അതുപോലെ തന്നെ 2 ഡി ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 10 ലെറ്റേഴ്സിൻ്റെ അറേഞ്ച്മെന്റ് എങ്ങനെ വരും? 10 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇത് കാൽക്കുലേഷൻ നടത്തുമ്പോൾ നമുക്ക് 12600 ഈ ഒരു വാല്യൂ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ലെഫ്റ്റിൽ എക്സ്ട്രീമിൽ ഐ, റൈറ്റ് എക്സ്ട്രീമിൽ പി ഫിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. ഇക്വേഷൻ ഇങ്ങനൊരു വേർഡാണ് തന്നേക്കുന്നത്. ഇതിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എത്ര വേർഡ്സ് ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എല്ലാ ലെറ്റേഴ്സും. അപ്പോൾ അവിടെ നോക്കൂ, ആകെ 8 ലെറ്റർ ഉണ്ട് അല്ലേ, എല്ലാം ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 8ph ഈക്വൽ ടു 8 ഫാക്ടോറിയൽ വേർഡ്സ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും.